കോട്ടയം ഈരാറ്റുപേട്ടയിലെ ദമ്പതിമാരുടെ ആത്മഹത്യ ബ്ലേഡ് പലിശക്കാരുടെ ഭീഷണിയെ തുടർന്നെന്ന് കുടുംബത്തിന്റെ പരാതി. കടുത്തുരുത്തിയിൽ നിന്ന് എത്തിയ പലിശക്കാരുടെ സംഘം വിഷ്ണുവിനെ ഭീഷണിപ്പെടുത്തിയതായി പരാതിയിൽ പറയുന്നു. രശ്മിക്കെതിരെയും അധിക്ഷേപം നടത്തിയതായി കുടുംബം പറയുന്നു. ഈരാറ്റുപേട്ട പനക്കപ്പാലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വിഷ്ണുവിനെയും രശ്മിയെയും രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടത്. ഇതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. കരാറെടുത്ത് കെട്ടിട നിർമ്മാണം നടത്തിയിരുന്ന വിഷ്ണുവിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് പല ബ്ലേഡ് സംഘങ്ങളിലായി പണം കടം വാങ്ങിയിരുന്നു. ഇതിൽപ്പെട്ട കടുത്തുരുത്ത് സംഘമാണ് വിഷ്ണുവിനെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചത്. ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് സൂപ്രണ്ടായി ജോലി ചെയ്തു വരികയായിരുന്നു മേലികാവ് സ്വദേശിനിയായ രശ്മി. ജോലിക്കിടെ ഹോസ്റ്റലിൽ താമസിച്ച രശ്മിയെ അവിടെ എത്തിയും അധിക്ഷേപിച്ചതായി കുടുംബം മൊഴി നൽകി. ഇരുവരെയും കിടപ്പുമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിറിഞ്ച് ഉപയോഗിച്ച് മരുന്ന് കുത്തിവെച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലാകും ഇക്കാര്യത്തിൽ വ്യക്തത കൈവരിക. എന്തായാലും ബ്ലേഡ് സംഘത്തെ തേടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോട്ടയം. ജി ശ്രീജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, അന്വേഷണ സംഘം ബ്ലേഡ് പലിശക്കാരുടെ പീഡനം തന്നെയാണ് അല്ലെങ്കിൽ ഭീഷണി തന്നെയാണ് മരണമെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ? നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്താണ്? പോലീസിൽ നിന്ന് കൂടുതലായി അറിയാൻ കഴിഞ്ഞത്? വലിയ രീതിയിലുള്ള ഭീഷണിയും അധിക്ഷേപവും മാനക്കേടും ഇവർക്ക് സഹിക്കേണ്ടി വന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 6 ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു. ഇങ്ങനെ വിവിധ തരത്തിലായി കടങ്ങൾ ഉണ്ടായിരുന്നു. പല ചെക്ക് നൽകിയതടക്കം മടങ്ങിപ്പോകുന്ന സ്ഥിതി ഈ വിഷ്ണുവിനെ സംബന്ധിച്ചുണ്ടായിരുന്നു എന്നൊക്കെയുള്ളതാണ് വിവരം. എന്തായാലും ഇന്നലെ പകൽ രാവിലെ ഈ വീട്ടിലെത്തിയും ഈ കടുത്തുരുത്തിയിൽ നിന്നുള്ള സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. മർദ്ദിച്ചതായിട്ടുള്ള വിവരമൊക്കെ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ രശ്മി താമസിച്ച ആശുപത്രിയിലെത്തിയും അവിടെയും ചില അധിക്ഷേപങ്ങൾ നടത്തിയതായി പറയുന്നുണ്ട്. നാണം കെടുത്തും മാനം കെടുത്തും എന്നൊക്കെ പറഞ്ഞതായാണ് പറയുന്നത്. ഇതിനെ തുടർന്നുള്ള മനോവിഷമമാണ് ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതാണ് കുടുംബത്തിന്റെ ഒരു ഗുരുതരമായ ആരോപണം വന്നിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് ഇത് സംബന്ധിച്ചുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരമാവധി പരിശോധിച്ച് ഒരു വിവരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. നിലവിൽ എന്തെങ്കിലും ആത്മഹത്യാക്കുറിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. വീടിന്റെ കിടപ്പുമുറി അടഞ്ഞ നിലയിലായിരുന്നു. അതിനുള്ളിലാണ് ഇവർ മരിച്ചത്. ഇന്ന് രാവിലെ വിഷ്ണുവിന്റെ അമ്മ വിഷ്ണുവിനെ വിളിക്കുകയും ഏറെ നേരം ഫോൺ എടുക്കാതെ വന്നതോടെയാണ് തിരക്കി വന്നപ്പോഴാണ് ഇങ്ങനെ വീട് തുറന്നു കിടക്കുകയാണ്. പിന്നീട് ഉള്ളിലേക്ക് കയറി നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെ കിടപ്പുമുറിയിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും സിറിഞ്ച് ഉപയോഗിച്ച് വിഷം കുത്തിവെച്ച് മരിച്ചു എന്നുള്ള പ്രാഥമിക നിഗമനമാണ്. പക്ഷെ എന്തുതരം വിഷമാണ് എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അത് പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ റിപ്പോർട്ടുകൾ വന്ന ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമമായ വ്യക്തത വരികയുള്ളൂ. നിലവിൽ ആത്മഹത്യ എന്ന നിഗമനം തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത്. പക്ഷെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഈ ഒരു ബ്ലേഡ് സംഘങ്ങളാണ് എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണം. കരാറെടുത്ത് ജോലി ചെയ്ത് പൂർത്തിയാക്കിക്കോളൂ. കരാറെടുത്ത് ജോലി ചെയ്യുന്നതാണ് ഈ വിഷ്ണുവിന്റെ ഒരു രീതി. ഈ കോവിഡ് കാലത്തിന് ശേഷം വലിയ സാമ്പത്തിക പ്രതിസന്ധി വിഷ്ണുവിന് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വലിയ കടബാധ്യത ഉണ്ടായത്. അതാണിപ്പോൾ ഈ ബ്ലേഡുകാരുടെ പല ബ്ലേഡുകാരിൽ നിന്നായി പണം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് വലിയ ഭീഷണിയുടെയും സമ്മർദ്ദത്തിന്റെയും ഒക്കെ അവസ്ഥയിലൂടെ ഈ കുടുംബം പോകേണ്ടി വന്നത്. ശ്രീജിത്ത്, ഈ ബ്ലേഡ് പലിശയ്ക്ക് കൊടുക്കുന്ന ആ റാക്കറ്റ് അല്ലെങ്കിൽ ആ സംഘം അതിനെതിരെ വലിയ രീതിയിലുള്ള നടപടികൾ എടുത്തു വരികയായിരുന്നു. പക്ഷേ ബ്ലേഡ് സംഘങ്ങൾ വീണ്ടും തലപൊക്കുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ച് വേണം നമ്മൾ ഈ വാർത്തയും കാണാൻ. ഓപ്പറേഷൻ കുബേര ഒക്കെ നടത്തി വർഷങ്ങളായി ഈ സംഘങ്ങളെ വലയിൽ കൊണ്ടുവരാനുള്ള ഇടപെടലുകളാണ് പോലീസ് നടത്തി വന്നത്. പക്ഷേ പലയിടങ്ങളിലും പോലീസിൻ്റെ കൂടി ഒത്താശയോടുകൂടി ഇവർ വാഴുന്ന കാര്യങ്ങളുമുണ്ട്. ഇവിടെ എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാകുന്നത്? ഈ ബ്ലേഡ് സംഘത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളോ സൂചനകളോ ലഭിച്ചിട്ടുണ്ടോ? പല സംഘങ്ങളുണ്ട്. ഇതിൽ കടുത്തുരുത്തി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘമാണ് ഇന്നലെ വന്ന് ഭീഷണിപ്പെടുത്തിയത് എന്ന് ഈ വിഷ്ണുവും ഒക്കെ വീട്ടുകാരെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ പോലീസിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇവർ പരാതി നൽകിയതായുള്ള വിവരം ഇനിയുമില്ല. ബ്ലേഡുകാരിൽ നിന്ന് പണം പലിശയ്ക്ക് എടുക്കുന്നു, അത് തിരിച്ചു കൊടുക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷവും പിന്നീട് ഉണ്ടാകുന്ന ഒരു സാഹചര്യവുമാണ് ഇവിടെ ഉണ്ടായത്. ഇതിനിടയ്ക്ക് പോലീസിനെ ഏതെങ്കിലും ഘട്ടത്തിൽ പരാതിപ്പെടുകയോ പോലീസ് നടപടിയെടുക്കാതിരിക്കുകയോ ചെയ്തതായുള്ള വിവരം ഇതുവരെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ആരോപണമായി ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ ഈ പലിശക്കാർ, ഇത്തരം ബ്ലേഡ് പലിശക്കാർ നാട്ടിൽ വിലസുന്നു എന്നുള്ളത് വീണ്ടും 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 സ്ഥിരീകരിക്കുന്ന സംഭവം തന്നെയാണ് ഫലത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം
ഈ കുടുംബത്തിന്റെ പരാതി കണക്കിലെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ ഓപ്പറേഷൻ കുബേരയൊക്കെ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് മുതൽ തുടങ്ങിയ പദ്ധതിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ബ്ലേഡ് സംഘങ്ങൾ പലതരത്തിൽ രൂപമാറ്റം സംഭവിച്ച് ഓൺലൈൻ ലോൺ തട്ടിപ്പ്, ഈ വീട്ടമ്മമാരെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തൽ, അങ്ങനെ പല രീതിയിൽ രൂപാന്തരം പ്രാപിച്ച രീതിയിലുള്ള തട്ടിപ്പുകളാണ് നാട്ടിൽ നടന്നുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു തുടർച്ചയായി വേണം ഇതേപോലെയുള്ള അങ്ങനെ ഓൺലൈൻ തട്ടിപ്പ് അല്ലെങ്കിൽ ഓൺലൈൻ പണമിടപാടുകാർ എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവരുടെ അക്കൗണ്ട് വിവരങ്ങളോ മറ്റോ ഒക്കെ പരിശോധിച്ചിരുന്നു. അതിൽ നിന്ന് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? രേണുക, ഞാൻ ചൂണ്ടിക്കാണിച്ചത് സംസ്ഥാനത്ത് വിവിധ കേസുകൾ അങ്ങനെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഓൺലൈൻ ലോൺ തരപ്പെടുത്തി കൊടുത്ത ശേഷം നടക്കുന്ന പിന്നീട് ഈ സ്ത്രീകളെയും മറ്റും നമ്മൾ തന്നെ ഒരുപാട് റിപ്പോർട്ടുകൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കാര്യത്തിൽ ഏത് തരത്തിലുള്ള സംഘമാണ്? ഓൺലൈൻ ഇടപാടുകാരാണോ? അല്ലെങ്കിൽ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസിന് ഇതിനോടകം ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പണമിടപാട് സംബന്ധിച്ചുള്ള രേഖകൾ വല്ലതും ലഭിച്ചിട്ടുണ്ടോ? പോലീസ് പരിശോധന നടത്തി വരുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് CCTV അടക്കമുള്ള ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാങ്ക് ഇടപാട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നോ എന്നുള്ള കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപം ഈ കുടുംബം ഉന്നയിക്കുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും നേരിട്ട് വന്നിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കുകയാണ് ഇപ്പോൾ പോലീസ് എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്.